എനിക്ക് ക്യാൻസറാണെന്ന് വരെ എഴുതിയിട്ടവരുണ്ട്. വാട്സപ്പിൽ ക്യാൻസറാണ്, കിഡ്നി രണ്ടും പോയി, അരയ്ക്ക് താഴെ തളർന്നു പോയി. ഒരു ചങ്ങാതി എഴുതിയിട്ടിട്ടുണ്ട്, സിറാജുദ്ദീൻ കാസിമി വിട പറഞ്ഞു എന്ന്. എന്തായാലും ഒരു ദിവസം വിട പറയും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ. എല്ലാവരും വന്നിട്ട് കബർ നോക്കുന്നത് കാരണം ചെറിയ എന്തോ ഒരു സാധനം ഇട്ടിത്തിരി മണ്ണ് വാരി മുകളിലിട്ടിരുന്നു. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ബർസഖിയായി ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ജീവിതമാടോ, എന്തൊരു ജീവിതമാ ഉസ്താദ് അവരുടെതൊക്കെ. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതൃത്വങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ അടുത്തായിട്ട് സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും ഒരു വിഷയം കേട്ടിട്ടുണ്ടാവും. അതായത് സിറാജുദ്ദീൻ കാസിമി ഉസ്താദിന് സുഖമില്ലാതെ കൊടപ്പറയിലാണ് ഉള്ളത്. അതേപോലെ സിറാജുദ്ദീൻ കാസിമിന് ഒന്നിനും കഴിയുന്നില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല, തുടർന്നുള്ള പല വിഷയങ്ങളും നമ്മൾ കണ്ടതാണ്. അതിന് അപപ്രചാരമായിട്ടും പല ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ക്യാൻസറാണ്, തുടർന്നിട്ടുള്ള പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്, ഇതൊരു നിങ്ങളോട് ചെറിയൊരു അറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് വീഡിയോ. ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കരുതിയാൽ മതി. കൂടുതലായിട്ട് ഇതിൽ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് എടുത്താൽ മതി. ഈ അടുത്തായിട്ട് സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഈ ഒരു വിഷയത്തിനെ തുടർന്നാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഒന്ന് കേട്ട് നോക്കിയേ. എനിക്ക് വലിയൊരു പ്രസംഗം നടത്താനുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥയിലല്ല. ഞാൻ 2 മാസക്കാലമായിട്ട് വയത് തന്നെ പറയുന്നത് മറന്നുപോയെന്ന് തോന്നുന്നു. 2 മാസക്കാലം 2-2.5 മാസക്കാലമായി സുഖമില്ലാതെ ഡോക്ടർമാർ സർജറിയൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാതെ ഞാനിങ്ങനെ കിടക്കുക. വാട്സപ്പിലൊക്കെ എനിക്ക് ക്യാൻസറാണെന്ന് വരെ എഴുതിയിട്ടവരുണ്ട്. വാട്സപ്പിൽ ക്യാൻസറാണ്, കിഡ്നി രണ്ടും പോയി, അരയ്ക്ക് താഴെ തളർന്നു പോയി. ഒരു ചങ്ങാതി എഴുതിയിട്ടിട്ടുണ്ട്, സിറാജുദ്ദീൻ കാസിമി വിട പറഞ്ഞു എന്ന്. എന്തായാലും ഒരു ദിവസം വിട പറയും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് നടക്കാനും നിൽക്കാനൊന്നും കഴിയണില്ല. കുറച്ചു നേരം ഇരിക്കാൻ പറ്റും. 2 ആഴ്ചയായിട്ട് ഈ ഒരു ക്ലിപ്പായിരുന്നു എനിക്ക് കണ്ടത്. ഞാൻ ആ ഒരു സമയത്ത് വീഡിയോ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തരുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഉസ്താദിൻ്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയം വന്നാൽ തന്നെ അത് നല്ല രീതിയിൽ അപപ്രചാരമായിട്ടും ഫേക്ക് ന്യൂസായിട്ടും പല ആൾക്കാരും റീച്ചിന് വേണ്ടിയിട്ടും ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടും തംബ്നെയിലൊക്കെ ഉണ്ടാക്കി ഇടുന്ന കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും നിലകൊണ്ടിരിക്കുന്നത്. ഏതായിട്ടും ഉസ്താദിനുള്ള ആ ഒരു രോഗം പെട്ടെന്ന് തന്നെ ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊന്നും ചെയ്യാനില്ല. മാത്രമല്ല ഉസ്താദ് ഇപ്പോൾ സ്പീച്ചിനൊക്കെ പല സ്ഥലങ്ങളിലേക്കും വേദിയിലേക്കൊക്കെ കയറുന്നതായിട്ട് നമുക്ക് പോസ്റ്ററുകളും അതേപോലെ ലൈവുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് യൂട്യൂബിലൂടെ. ഏതായിട്ടൊരു കേട്. അതേപോലെ സമസ്തയെക്കുറിച്ചിട്ട് സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്ലിപ്പും കൂടിയുണ്ട്. അതും കൂടി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. അതിന് മുമ്പായിട്ട് നിങ്ങളോട് ചെറിയൊരു ഉണർത്തലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ഏകദേശം 1 കൊല്ലത്തിനടുത്താകുമ്പോൾ നമ്മളൊരു ചെറിയൊരു ഫണ്ട് ശേഖരിച്ചിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം ഒരു 2 വീഡിയോസിൻ്റെ അകത്തായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 വീഡിയോവും ഏകദേശം നല്ല ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. 40,000 അതേപോലെ 20,000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്നാലും കൂടി നമുക്ക് വന്ന ഫണ്ട് എന്ന് പറയുന്നത് വെറും 3,000 രൂപ മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ വീഡിയോ ഞാനൊന്ന് ഇവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. അതൊന്ന് കേട്ട് നോക്കിയേ. കേട്ടതിന് ശേഷം നിങ്ങളിൽ കഴിയുന്ന പരമാവധി നിങ്ങളത് ഷെയർ ചെയ്യുകയും നിങ്ങളിൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ അതിലേക്ക് നൽകുകയും ചെയ്യുക. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ പാവപ്പെട്ടവരെ സഹായിക്കുക, ഈ റോഡ് സൈഡിലുള്ള ആൾക്കാരെ സഹായിക്കുക എന്ന് പറയുന്നത് അതിലേക്ക് മുമ്പോട്ട് വരാത്തതായ ഒരു ആൾക്കാരൊക്കെയാണ് ഉള്ളത്. അതായത് ഇപ്പോൾ കല്യാണമോ അല്ലെങ്കിൽ രോഗം വരുന്ന സമയത്ത് അതിനൊക്കെ കളക്ഷൻ ചെയ്യാനും അതിനെ ഏറ്റെടുക്കാനും ആൾക്കാർ നമ്മുടെ ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ പാവപ്പെട്ട ഈ റോഡ് സൈഡിൽ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഉമ്മ ഒരു കൊച്ചു മകനെയൊക്കെ പിടിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ സഹായിക്കാൻ ആൾക്കാരില്ലാതെ ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വിഷയം. അവർക്കാണ് നമ്മൾ ഈ ഒരു പണം കൊടുക്കുന്നത്. അപ്പോൾ അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെ ആ പണം ചെന്നെത്തിച്ചേരും എന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു വേണ്ട. നമ്മൾ തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടും 1 രൂപ പോലും നമ്മൾ എടുക്കാതെ അത് മൊത്തമായിട്ടും അങ്ങ് അവർക്ക് തന്നെ അത് കൊടുക്കും. അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഏതായിട്ടും ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. അതൊന്ന് കണ്ടതിന് ശേഷം നിങ്ങളിൽ കഴിയുന്ന പരമാവധി നിങ്ങൾ സഹായ സഹകരണങ്ങൾ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല മറ്റേ സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ അവസാനമായിട്ട് ഒരു ക്ലിപ്പായിട്ടും കൂടി ഞാൻ ഇട്ട് തരുന്നുണ്ട്. അതായത് സമസ്തയെക്കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതായ ചില വാക്കുകളൊക്കെ ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ. നല്ല രീതിയിൽ വാട്സപ്പിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ കേൾപ്പിക്കാനുള്ള കാരണം. നമുക്ക് ആ ഒരു ക്ലിപ്പ് കേട്ട് നോക്കാം. വിപത്തുകളെ ദൂരെയാക്കാൻ നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് 2 ആയുധമാണ്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ദുആ ചെയ്യുക അള്ളാഹുവിനോട്. 2ാമത്തെ ആയുധം എന്ന് പറയുന്നത് സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ്.
നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചു തന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ തന്നെ എന്നെ വിശ്വസിച്ച് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച പണമായിരുന്നു നമ്മൾ അന്ന് കൊടുത്തത്. ഏകദേശം 9 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ ആ പണം കൊടുക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ടായി. മാത്രമല്ല അവരെ കാണുമ്പോൾ എനിക്ക് ദുഃഖം കൂടി ഉണ്ടായി. കാരണം ചെറിയ ചെറിയ പിഞ്ചോമന കുട്ടികളെ വരെ കയ്യിൽ ചുമന്നുകൊണ്ടാണ് ആ ഉമ്മമാർ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുള്ളത്. അവരുടെ ദൈനംദിന ചെലവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ ആണ് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ടും ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളിൽ കഴിയുന്ന പരമാവധി ഈ വീഡിയോ കാണുകയും നിങ്ങളിൽ കഴിയുന്ന പരമാവധി ഇതിലേക്ക് നിങ്ങൾ പണം അയച്ചു തരികയും അതേപോലെ മറ്റുള്ള എല്ലായിടത്തേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മാത്രമല്ല നിങ്ങളോട് പറയാനുള്ളത്, ഹക്കായിട്ട് നമ്മൾ അതിൽ നിന്ന് 1 രൂപ പോലും നമ്മുടെ ചെലവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ലാതെ നമ്മൾ അതിൻ്റെ മൊത്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അടക്കം നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ അതുപോലെ തന്നെയാണ്. ഈ വീഡിയോയിൽ വരുന്ന ഓരോ രൂപ പോലും അത് അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. മാത്രമല്ല ഒന്നും കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, അസ്വദഖത്തു റദ്ദുൽ ബലാഹ്, എല്ലാ വിപത്തുകളെയും അള്ളാഹു നമ്മിൽ നിന്ന് ദൂരെയാക്കി കളയും. എന്തുകൊണ്ടാണ്? അത് സ്വതക്ക കൊണ്ട് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും നമ്മുടെ കൈ കോർത്ത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുമെന്ന ഒരു പ്രതീക്ഷയോട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ഇനി നമുക്ക് സിറാജുദ്ദീൻ കാസിം ഉസ്താദിൻ്റെ ആ ഒരു ക്ലിപ്പായിട്ടും ഞാനിവിടെ അവസാന ഭാഗത്ത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇൻഷാ അല്ലാഹ് ഇതായിട്ടും പ്രത്യേകിച്ചിട്ട് എല്ലാവരും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക. എന്ത് രോഗമുണ്ടെങ്കിൽ അള്ളാഹു പെട്ടെന്ന് തന്നെ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സമസ്തയുടെ ചെറുപ്പക്കാർ, SKSSFന്റെ ചെറുപ്പക്കാർ ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ പടച്ചവനെ പറയാൻ ഒരുപാട് ചരിത്രമുണ്ടോ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതൃത്വങ്ങളെ കുറിച്ച് പറയാൻ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബഹിയുടെ ബാങ്കങ്ങ് വിളിച്ചു തീരുമ്പോ സകാദത്ത് കലിമ പറഞ്ഞ് വിട പറഞ്ഞു പോയ ആ നേതാവിന്റെ പിന്തലമുറക്കാരാണ് നമ്മൾ. മരിക്കുന്നതിന്റെ അന്ന് നേരം വെളുത്തപ്പോ താപടച്ചവനെ മരിക്കുന്നതിന്റെ അന്ന് റബ്ബേ രാവിലെ എഴുന്നേറ്റിട്ട് തന്റെ സ്ഥാപനത്തിൽ അവസാനത്തെ കടമ്പര തീർക്കാൻ പറഞ്ഞു കൊടുത്ത നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മളുള്ളത്. പടച്ചവനെ, സ്വന്തം വീടിന്റെ അകത്ത് കബർ കുടിച്ചിട്ടിട്ട് ആ കബറിന്റെ ചാരത്തിരുന്ന് ഖുർആൻ ഓതിയ നേതൃത്വങ്ങൾ നമുക്കുണ്ടായിരുന്നടോ. ആ സമസ്ത എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനം എന്റെ ചെറുപ്പക്കാരാ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണേ മക്കള്. ഒരിക്കലും വഴിപിടച്ചു പോകില്ല, ഒരിക്കലും നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ വരൂല. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളെ ഇതിലേക്ക് അടുപ്പിക്കട്, സുന്നത്ത് ജമാഅത്തിലേക്ക് അടുപ്പിക്കട്, സമസ്തയിലേക്ക് അടുപ്പിക്കട്. അൽഹംദുലില്ലാഹ്, നാളെ മുത്തുനബിയുടെ പുറകില് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കിട്ടുന്നൊരവസരമാണ്. റബ്ബേ, ഞങ്ങളെ നീ ഈമാനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. പടച്ചവനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, നമുക്കറിയാം സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന നമുക്ക് എത്രയോ പണ്ഡിതന്മാരോ എത്രയോ ഉസ്താദന്മാരുണ്ട്. കോയക്കുട്ടി ഉസ്താദൊക്കെ നമുക്കറിയാം. ഞാൻ പോയിട്ടുണ്ട് ഉസ്താദിന്റെ വീടിന്റെ അകത്ത് കബറ് കുടിച്ചിട്ടിരുന്നടോ. ഏതോ ഒരു പ്രഭാഷകൻ പറഞ്ഞു കബറ് കുടിച്ചിട്ട് ഞാൻ ഉസ്താദിനെ കാണാൻ പോയപ്പോൾ ഞാൻ പോയി നോക്കി. എല്ലാവരും വന്നിട്ട് കബറ് നോക്കുന്നത് കാരണം ചെറിയ എന്തോ ഒരു സാധനം ഇട്ടിരി മണ്ണ് വാരി മുകളിലിട്ടിരുന്നു. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ബർസഖിയായി ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ജീവിതമാടോ, എന്തൊരു ജീവിതമാ ഉസ്താദ് അവരുടെതൊക്കെ. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതൃത്വങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഒരുത്തൻ്റെ മുമ്പിലും ഏത് പണക്കാരൻ്റെയും ഏത് സമ്പന്നൻ്റെയും മുമ്പിൽ മുട്ടുമടക്കാതെ ഇസ്സത്തോടെ അൽഹംദുലില്ലാഹ് നമ്മുടെ നേതൃത്വങ്ങൾ അള്ളാഹുർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, 100ാം വാർഷികത്തിലേക്ക് കിടക്കുകയാണ്. ഫെബ്രുവരി അൽഹംദുലില്ലാഹ് 1 മുതൽ 10 വരെ കല്യാണങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാ പരിപാടികളും ഒഴിവാക്കി കാസർഗോഡ് എല്ലാവരും അങ്ങോട്ട് ചെരുമ്പേൽ കുണിയിലേക്ക് നോക്കിയിരിക്കുക. അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമുണ്ടോ. എത്രയോ പണ്ഡിതന്മാർ മജ്‌ലിസിലെ ദുആയ്ക്ക് തന്നെ എത്ര ഇജാബത്തായിരിക്കും. അൽഹംദുലില്ലാഹ്, ജിഫ്രി തങ്ങൾ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഒരുപാട് പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന സമസ്തയുടെ 100ാം വാർഷികം ഫെബ്രുവരി അൽഹംദുലില്ലാഹ് 8, 9, 10 തീയതികളിൽ ഇൻഷാ അല്ലാഹ് കാസർഗോഡ് എല്ലാവരും പങ്കെടുക്കണം. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. വിജയ് നമ്മൾ പോയാലും പോയില്ലെങ്കിലും സമസ്ത വിളിച്ചാൽ വിജയിക്കൂടോ.
ഞാൻ ഭക്ഷണം കഴിക്കേണ്ട വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ ഇനി ഇവിടെ നിന്ന് ആര് പോയില്ലെങ്കിലും അള്ളാഹു വിജയിപ്പിക്കും. കാരണം ആ പ്രസ്ഥാനം നിൽക്കുന്നത് തഖ്വയില, ആ പ്രസ്ഥാനം നിൽക്കുന്നത് ഇഖ്ലാസിലാടോ. ഖിയാമത്ത് നാൾ വരെ നിൽക്കും. ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കത് ഒരു സംഘടനയില്ലടോ. എല്ലാവരും പറയും ഒരിക്കലും സമസ്ത എന്ന് പറയുന്നത് ഒരു സംഘടനയില്ല, അതൊരു ഗൂഗിൾ മാപ്പാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു മാപ്പ്. നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മാപ്പ് ഓണാക്കി വെക്കും ഒരു സ്ഥലത്തേക്ക് പോകാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാപ്പ. ആ വഴിയിലൂടെ പോയാൽ തെറ്റിപ്പോവില്ല, വഴി തെറ്റൂല. അൽഹംദുലില്ലാഹ്, ആ വഴി നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അള്ളാഹു നമുക്ക് ആ വഴിയെ സഞ്ചരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു വഴിയിൽ സഞ്ചരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം 12 മണി കഴിഞ്ഞു, 12:30 ഇൻഷാ അള്ളാഹ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയാൻ ഇൻഷാ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എല്ലാവരുടെ വീട്ടിലും ഭക്ഷണമുണ്ട്. പക്ഷേ ഈ ഭക്ഷണം ഒരു മരുന്നാടോ. ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഭക്ഷണം അതൊരു മജ്‌ലിസിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം, അതൊരു മരുന്ന. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഒരാൾ പോലും അത് വാങ്ങാതെ പോകരുത്. എല്ലാവർക്കും ഭക്ഷണമുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ബക്കറ്റ് പിരിവുണ്ടോപ്പാ? അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അശ്ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഈ മഹാന്മാരുടെ പേരിൽ അടുത്ത വർഷം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിനെന്താ പറഞ്ഞതിന്, മുട്ടിയാ വഞ്ചി എന്നല്ലേ പറയാം, മുട്ടി എന്ന് പറഞ്ഞാൽ തലമുട്ടി എന്ന് പറയും ഇൻഷാ. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്തെങ്കിലും ആവട്ടെ, ഇതാ ഈ സാധനം, ഇത് ടാങ്കല്ല വീട്ടിലെ, ഇതൊരു വഞ്ചിപ്പെട്ടിയാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ തരികയാണ്. നിങ്ങളെല്ലാവരും ഒരു വർഷക്കാലം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഇതിനകത്ത് ഇടണം ഇൻഷാ അള്ളാഹ്. അടുത്ത വർഷം അടുത്ത വർഷം ഇൻഷാ അള്ളാഹ് നിങ്ങളിതിവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അടുത്ത വർഷം ഇൻഷാ അള്ളാഹ് ഒരു വർഷം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് അടുത്ത വർഷം പരിപാടി നടത്തുമ്പോൾ ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഈ വഞ്ചി തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കണം ഇൻഷാ അള്ളാഹ്. അള്ളാഹുവെ പടച്ചവനെ, ഇത് ഏത് വീട്ടിൽ കൊണ്ടുവെക്കുന്നോ ആ വീട് നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ മഹാന്മാരുടെ സംരക്ഷണവും കാവലും ആ വീട്ടിൽ കൊടുക്കണേ പടച്ചവനെ. മാരകമായ രോഗങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ, ദുർമരണങ്ങൾ ഇത് കൊണ്ടുപോകുന്ന വീട്ടുകാരെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇത് എല്ലാവരുടെ കയ്യിലും തരും. എല്ലാവരും കൊടുക്കാനുണ്ടോ? 100 ഉള്ളോ ഇൻഷാ അള്ളാഹ്. ഓക്കെ, ഇതേറ്റവും ഈ ഒരു ക്ലിപ്പായിരുന്നു. അതേപോലെ ഇതിൻ്റെ ഈ ഒരു പ്രഭാഷണത്തിൽ ഈ ഒരു വേദിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ഈ ഒരു സുഖമില്ലാത്ത ആ ഒരു വിഷയത്തിനെയും തുടർന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അള്ളാഹ് ഏതേറ്റവും ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.